ജെന്റിലിനെ തെറി വിളിച്ച് കഴിയാൻ ആ കഴിച്ചിട്ട് ആ ജെന്റിലിനെ ഈ നായനെ വിളിച്ച് ഈ അബ്ദുള്ള ഈ കോറ് അതങ്ങനെ ഉണ്ടാവുന്നു. അത് കുഴപ്പമില്ല. സുപ്രഭാത ആലങ്ങാണ്ടും വാക്കിനും തിരക്കിലാണെന്നുണ്ടെ അബ്ദുള്ളയിലേക്കൊന്ന് പോയാലോ? എല്ലാവർക്കും പറയാന്നേ. ഇവിടെ റേഡിയോ കോയിന്റെ വിഷയം എല്ലാ ആളുകളും സംസാരിക്കാം. അതെ, അബ്ദുള്ളക്ക, കുവൈത്ത് അബ്ദുള്ളക്ക, ഒന്ന് ഫോൺ എടുക്ക. അല്ല, മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. എന്നാണ്ട് വിശേഷം? ഇഷയൊക്കെ കഴിഞ്ഞോ? ഇഷ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് നേരത്തെ കൊടുക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ഞാനൊരു മുസ്ലിമിനെ സഹായിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോ ഞാൻ നിർത്തുകയാണ്. നാസറുമായി പറഞ്ഞാലും ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. അതാ നല്ലത്. തീവ്രവാദിയാകാൻ പിണങ്ങി പോവല്ലേ? പിണങ്ങല്ലേ നിങ്ങൾ? ഈ കാലത്ത് ഏതെങ്കിലും മനുഷ്യന്മാര് വന്ന് കണ്ട് ഏതെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്ത മുസ്ലിമിനെ സഹായിച്ചിട്ട് അല്ലെങ്കിൽ ഹിന്ദുവിനെ സഹായിച്ചിട്ട് എന്നൊക്കെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് പറയോ? വെറുതെ ചിന്തിച്ചോക്ക്. ഞാനെപ്പോഴും മുസ്ലിമിനെ സഹായിച്ചു വരികയാണത്. ആലോചിച്ച് നോക്കൊന്ന്. അങ്ങനെ ആരെങ്കിലും പറയോ? ഏതെങ്കിലും പറയും. ഞാനിപ്പോ ഇസ്രായേലിലുള്ള ഇവിടെ ഇഷ്ടംമാതിരി ആളുകളുണ്ട്. എല്ലാവരും അധികം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അധികം ഉള്ളത്. കോയമാരില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ഹെൽപ്പ് ഉണ്ട്. ആരെങ്കിലും പോയി പറയോ? ഏതെങ്കിലും ക്രിസ്ത്യാനി പറയോ ഇത് ഞാനൊരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ സഹായിച്ച്, അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ട് ഉള്ള ആൾ പോയി പറയും ഞാനൊരു ഹിന്ദുവിനെ സഹായിച്ച്? അങ്ങനെ പറയോ? അങ്ങനെ പറയോ? ആരെങ്കിലും ഒരാൾ ലേശം ഉളുപ്പുള്ളവനാണെങ്കിൽ പറയോ? പറയും. നിങ്ങൾ പറയുന്നത് എന്താണ്? ഇസ്ലാം മുസ്ലിങ്ങളൊക്കെ എന്താ പറയുന്നത്? മുസ്ലിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. ഈ നാസറവായല്ല പറയുന്നത്. നിങ്ങൾ അതല്ല അബ്ദുള്ളക്ക, ഒരു കാര്യം ചോദിക്കണം. നിങ്ങൾ ഇങ്ങനെ ഇത്ര ടെമ്പറാണ് നിങ്ങൾ ഇങ്ങനെ അതാകല്ലോ അബ്ദുള്ളക്ക. അബ്ദുള്ളക്ക, നിങ്ങൾ പറയില്ലാന്ന്. നിങ്ങൾ പറഞ്ഞ ഓണാഘോഷിക്കാൻ പറ്റില്ല, ക്ഷേത്രത്തിന് പൈസ കൊടുക്കുന്നത് വേശാലയത്തിന് കൊടുക്കുന്ന കാര്യമൊക്കെ ആരാ പറഞ്ഞു? അബ്ദുള്ളക്ക, ഒരു നിമിഷം. ഈ വഖഫ് ബോർഡിന്റെ കാര്യം പറഞ്ഞു. ഒരു സെക്കൻഡ്. ഇപ്പൊ ഇതേ ഒരു മണ്ടത്തരം പറഞ്ഞു. എന്താണെന്നറിയോ? ഹിന്ദുക്കൾ ഒരു 2.5% വെച്ച് സക്കാത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ ഈ പാവങ്ങളൊന്നും ഉണ്ടാകാറാണ്. മുസ്ലിങ്ങളില് ഈ 2.5% മുസ്ലിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധം. ഹിന്ദുക്കളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് 2.5% സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണോ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഇങ്ങനെ പാവങ്ങളായിട്ട് കിടക്കുന്ന മുസ്ലിങ്ങൾ? ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ടാണോ ഇങ്ങനെ പാവങ്ങൾ ഉണ്ടായത്? ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ നിങ്ങളുടെ പാവങ്ങൾ ഏത് ഹോട്ടലിൽ ചെന്ന് വെച്ച് നോക്കിയാലും നിങ്ങളുടെ പിള്ളേര് പണ്ടൊക്കെ കാണാമായിരുന്നു ഈ ചട്ടി തയ്ക്കുന്നത്. ഇപ്പോഴും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ചട്ടി തയ്ക്കാനും മറ്റ് അറബിയുടെ വീട്ടുപണിക്കും ഒക്കെ പോകുന്ന ആരാണ്? ഈ മുസ്ലിം പിള്ളേരല്ലേ, മുസ്ലിങ്ങളല്ലേ. കാരണം എന്താണ്? ഈ രക്ഷയില്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഈ 2.5% സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ടാണോ അവിടെ ഈ പാവങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സമുദായത്തിൽ ഇങ്ങനെ പാവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഗതിയും പരഗതിയില്ല നിങ്ങളുടെ സമുദായം ഇങ്ങനെ തകർന്നു പോയത്. അബ്ദുള്ള കോയ, മമ്പറം പള്ളിയിൽ പോയി നോക്കിക്കൂടെ? മമ്പറം പള്ളിന്റെ മുറ്റത്ത് എത്രയാണ്? മമ്പറം പള്ളിയുടെ മുമ്പ് ഞാൻ പറയട്ടെ, മമ്പറം പള്ളി